മീശമാധവനിൽ എല്ലാവരും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് സൈക്കിളിൽ നമ്പൂരിച്ചനും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ദിലീപും സൈക്കിളിൽ ഒരു ഇടവഴിയിലൂടെ വരുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ട് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ ഒരു ബൈക്കിൽ തിരിഞ്ഞിരുന്നു ഇതും പിടിച്ചിട്ട്. എന്നിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളെയും അദ്ദേഹത്തിന് ഒരു ബെൽറ്റ് കൊണ്ട് കെട്ടി, പിന്നെ ഒരു തോർത്ത് കൊണ്ട് കെട്ടി, പിന്നെ ഒരു കയറുകൊണ്ട് കെട്ടി. എന്നിട്ട് ഈ ബൈക്കിൽ ഓടുന്ന ഇടവഴിയിൽ ഓടുന്ന ബൈക്കിൽ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ സ്റ്റഡി ക്യാം പിടിച്ചിട്ട് തിരിഞ്ഞിരുന്നു സൈക്കിളിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ദിലീപും സൈക്കിളിൽ ഓട്ടി ഡയലോഗ് പറഞ്ഞ ഒരു ഫുൾ ലെങ്ത് ഒരു ഇടവഴി. അത് ഞാൻ എന്തിനാണ് അത് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇടവഴിയുടെ ഭംഗിയും ആ നാട്ടിൻപുറത്തെ ഇടവഴികളുടെ സ്വഭാവം മറ്റൊരു ക്യാമറയിൽ എടുത്താലും അത് അത്രയും രസകരമായിട്ട് വരില്ല. ഇത് ഒറ്റ ഷോട്ടിൽ ഒരു ഫുൾ സീൻ സൈക്കിളിൽ വന്നെടുക്കും. അത് ഈ സ്റ്റഡി ക്യാം എന്ന് പറയുന്ന ഒരു കണ്ടെത്തലില്ലായിരുന്നെങ്കിൽ സാധിക്കില്ലായിരുന്നു. അവസാനം ഞാൻ അവിടെ കെട്ടും, അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ. മുല്ല എന്ന് പറയുന്ന സിനിമയിൽ ട്രെയിനിനകത്തുള്ള സീക്വൻസ്, ട്രെയിനിനകത്ത് നമുക്ക് ക്രെയിൻ ഇടാനോ മറ്റു കാര്യങ്ങളൊന്നും പറ്റില്ല, മൂവ്മെൻറ്റിന് ട്രോളി ഇടലൊന്നും അത്ര പ്രാക്ടിക്കലല്ല. അവിടെയൊക്കെ ഈ സ്റ്റഡി ക്യാമാണ് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ളത്. ചില കോളനിയുടെ ഉള്ളിലുള്ള ചില ചേസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മൂവ്മെൻറ്റ് ഏറ്റവും രസകരമായിട്ട് എടുക്കാവുന്ന ഒരു എക്യുപ്മെൻറ്റാണ്.